സാംസ്കാരിക മേഖലയെ തച്ചു തകർക്കാൻ ശ്രമിക്കുന്ന നാറാത്ത് പഞ്ചായത്ത് ഭരണസമിതിയുടെ നെറികെട്ട നയങ്ങൾക്കെതിരെ LDF നാറാത്ത് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്നു പ്രതിഷേധ മാർച്ച്. ഈ വാഹനത്തിന് തൊട്ടു പിന്നിലായി കടന്നു വരികയാണ്. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ കാലങ്ങളായി നമ്മുടെ നാട്ടിലെ വായനശാലകളിൽ വിതരണം ചെയ്തു വരുന്ന ദേശാഭിമാനി പത്രം നിർത്തലാക്കിയ നാറാത്ത് പഞ്ചായത്തിലെ UDF ഭരണസമിതിക്കെതിരായി നമ്മുടെ സാംസ്കാരിക മേഖലയെ തച്ചു തകർക്കാൻ ശ്രമിക്കുന്ന നാറാത്ത് പഞ്ചായത്ത് UDF ഭരണസമിതിക്കെതിരായി LDF നാറാത്ത് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന് തൊട്ടു പിന്നിലായി കടന്നു വരികയാണ്. സ്നേഹമുള്ളവരെ, ദേശാഭിമാനി പത്രം നിർത്തലാക്കിയ നാറാത്ത് പഞ്ചായത്ത് ഭരണസമിതിയുടെ നെറികെട്ട നയങ്ങൾക്കെതിരെ നാറാത്ത് പഞ്ചായത്തിലെ UDF ഭരണസമിതിക്കെതിരായി LDF നാറാത്ത് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ച് ഈ വാഹനത്തിന് തൊട്ടു പിന്നിലായി കടന്നു വരികയാണ്. നാറാത്ത് ഗ്രാമപഞ്ചായത്ത് UDFിന്റെ അധികാരം നമ്മുടെ പഞ്ചായത്തിനകത്ത് നിരന്തരമായി ജനവിരുദ്ധ നയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. പഞ്ചായത്ത് ഭരണസമിതി വന്ന് മാസങ്ങൾക്കുള്ളിൽ തന്നെ LDFിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് ഞങ്ങളവിടെ സംഘടിപ്പിച്ചത്. ആ പ്രതിഷേധ മാർച്ചിന് ആധാരമായ വിഷയം ഈ പഞ്ചായത്തിലെ മിനി മാസ് ലൈറ്റുകൾ MLA ഫണ്ടിൽ അനുവദിച്ച മിനി മാസ് ലൈറ്റുകൾ സ്ഥാപിക്കേണ്ടതില്ല അതിന്റെ ഭരണസമിതി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി ആ തീരുമാനത്തിനെതിരായിട്ട് LDFിന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ഈ പഞ്ചായത്തിനകത്തേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. നല്ല രീതിയിൽ ഭരണം മുന്നോട്ടേക്ക് പോകും എന്നാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം കരുതിയത്. പക്ഷേ പിന്നീട് ഇങ്ങോട്ടും ജനവിരുദ്ധമായ നയങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഭരണസമിതി നാറാത്ത് പഞ്ചായത്തിനകത്ത് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ജൂൺ 19 എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, വായനാ ദിനമാണ്. ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും അക്ഷരസ്നേഹികളും എല്ലാ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരെല്ലാം നാടിനകത്ത് വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജൂൺ 19 വായനാ ദിനം ആചരിക്കുന്നത്. ആ ജൂൺ 19-ാം തീയതി വായനാ ദിനത്തിൽ ഇവിടുത്തെ ഭരണസമിതിയുടെ തീരുമാനമെടുത്തു. ആ തീരുമാനം എന്നത് നാറാത്ത് പഞ്ചായത്തിലെ വായനശാലകളിൽ വിതരണം ചെയ്യുന്ന ദേശാഭിമാനി പത്രം 22-ാം തീയതി മുതൽ ഇടേണ്ടതില്ല. ഈ പഞ്ചായത്തിനകത്ത് കഴിഞ്ഞ 10-25 വർഷക്കാലമായി വായനശാല കമ്മിറ്റി ആവശ്യപ്പെടുന്ന പത്രങ്ങൾ ഭരണസമിതി അംഗീകരിക്കുകയും അതിന്റെ ഭാഗമായിട്ട് മലയാള മനോരമയും മാതൃഭൂമിയും വീക്ഷണവും ജനയുഗവും ദേശാഭിമാനിയുമെല്ലാം ഈ പഞ്ചായത്തിനകത്തുള്ള എല്ലാ വായനശാലകളും വിതരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ UDFിന്റെ ഭാഗമായി നിയന്ത്രിക്കുന്ന ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ ഈ പഞ്ചായത്തിനകത്ത് ഇനി മുതൽ വായനശാലകളിൽ ദേശാഭിമാനി പത്രം ഇടേണ്ടതില്ല എന്ന് തീരുമാനിക്കുക. തികച്ചും ജനാധിപത്യ വിരുദ്ധമായ അക്ഷരവിരോധികളായിട്ടുള്ള ഈ തീരുമാനം പുനഃപരിശോധിച്ച്
വായനശാലകളിൽ മതിയായ പത്രവും മാസികകളും ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് LDF നാറാത്ത് പഞ്ചായത്ത് കമ്മിറ്റി ഇന്ന് ഇവിടെ ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും നാട്ടുകാരെയും ഈ പ്രതിഷേധ മാർച്ചിനകത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുന്നത് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറി ആയിട്ടുള്ള പ്രിയപ്പെട്ട സഖാവ് PK വിജയനാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രതിഷേധ മാർച്ചിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി LDF നേതാവായിട്ടുള്ള ശ്രീധരേട്ടനോട് അഭ്യർത്ഥിക്കുകയാണ്. അതിനായി ശ്രീധരേട്ടനെ ക്ഷണിക്കുകയാണ്. നേരത്തെ വൈദ്യു പറഞ്ഞതുപോലെ അക്ഷരവിരോധികൾ പോലും അർഹിക്കുന്ന അവറ്റയോടെ തള്ളിക്കളയുന്ന ഒരു പരിപാടിയാണ്. നാറാത്ത് പഞ്ചായത്തിൻ്റെ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഈ എല്ലാ എതിരാളികളെയും LDFിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരെയും തള്ളിക്കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം പഞ്ചായത്തിൻ്റെ ഭരണം നടത്തുകയാണ്. ആ ഭരണം നടത്തുക എന്നുള്ളത് മാത്രമല്ല, ഈ വർഷങ്ങൾക്ക് മുമ്പ് ദേശാഭിമാനി പത്രത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. PK വിജയൻ അവരുടെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട LDFിൻ്റെ പ്രവർത്തകരെ, സാംസ്കാരിക പ്രവർത്തകരെ, ഗ്രന്ഥശാല പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ഇത്തരമൊരു പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിക്കേണ്ടി വന്നത് എന്നതിനെക്കുറിച്ച് രണ്ടുപേരും സ്വാഗത ഭാഷകനും അധ്യക്ഷനും ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതുകൊണ്ട് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്, ഭരണസമിതി എടുത്തിട്ടുള്ള ഈ തീരുമാനം അടിയന്തരമായി പിൻവലിക്കണം. ഇവിടെ നിങ്ങൾ എന്താ ജാതിക്കും മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായി എല്ലാവർക്കും ഒത്തുകൂടാനുള്ള പൊതു ഇടമാണ് നമ്മുടെ കേരളത്തിലെ ഗ്രന്ഥശാലകൾ. നമ്മുടെ കണ്ണൂരിന്റെ പാരമ്പര്യവും അതാണ്. എല്ലാവർക്കും ഒത്തുകൂടാനുള്ള പൊതു ഇടം. നമ്മുടെ ഗ്രന്ഥശാല പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായുള്ള പ്രവർത്തകരായിരിക്കും. എന്നാൽ അവരെല്ലാം ഗ്രന്ഥാലയത്തിൽ ഒത്തുചേരുമ്പോൾ നാടിന്റെ പൊതുവായ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കാറ്. നമ്മുടെ കണ്ണൂരിലും അങ്ങനെ തന്നെയാണ്. ലൈബ്രറി കൗൺസിൽ എന്താണോ നിർദ്ദേശിക്കുന്നത് അത് പ്രകാരമുള്ള പ്രവർത്തനങ്ങളാണ് ഗ്രന്ഥാലയങ്ങളിലെല്ലാം നടക്കുന്നത്. അവിടെ മതനിരപേക്ഷതയുടെ കാര്യം, മാനവികതയുടെ കാര്യം, അതുപോലെ തന്നെ സാമൂഹ്യ നീതിയുടെ കാര്യം, മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന പൊതുവേദിയാണ് നമ്മുടെ നാട്ടിലെ ഗ്രന്ഥാലയങ്ങൾ. വർത്തമാനകാലത്ത് ആ പൊതു ഇടങ്ങൾ സംരക്ഷിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് സാംസ്കാരിക പ്രവർത്തകർക്കെല്ലാം ഉള്ളത്. അതിന്റെ കാരണം നമ്മുടെ പൊതു ഇടങ്ങളെല്ലാം കാണെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാലത്ത് ആ പൊതു ഇടങ്ങളെ സംരക്ഷിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല കൂടി നമുക്ക് നിർവഹിക്കാനുണ്ട്. നമ്മുടെ നാട്ടിലെ ഗ്രന്ഥാലയങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത് എന്ന് ഈ നാട്ടിൽ ചരിത്രം പരിശോധിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി, അതുപോലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സാംസ്കാരിക പ്രവർത്തകരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, പ്രവർത്തകർ, നമ്മുടെ നാറാത്ത് ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDFും മുസ്ലിം ലീഗും എല്ലാം ഭരണം നടത്തിയവരാണ്. ആ ഭരണസമിതികളെല്ലാം ഒരു പഞ്ചായത്ത് ഭരണസമിതി എന്നതിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പുതിയ ഭരണസമിതിയും നാറാത്ത് പഞ്ചായത്തിലെ UDFും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്, ഭരണം ഞങ്ങൾക്ക് കിട്ടി, അതുകൊണ്ട് ഞങ്ങൾ ഭരിക്കുമെന്നാണ്. പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുന്നത് നാറാത്ത് പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടാണ്. അതിന് വർക്കിംഗ് ഗ്രൂപ്പുകളുണ്ട്, ഗ്രാമസഭകളുണ്ട്, പഞ്ചായത്തിലെ മറ്റ് പരിപാടികളുണ്ട്, കുടുംബശ്രീ സംവിധാനമുണ്ട്, തൊഴിലുറപ്പ് സംവിധാനമുണ്ട്. വ്യത്യസ്ത മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. ഇവിടെ വായനശാല പ്രതിനിധികളും അക്ഷര സ്നേഹികളും
ഈ പഞ്ചായത്തിലേക്ക് ഇങ്ങനെ ഒരു മാർച്ച് നടത്തേണ്ടുന്ന സ്ഥിതിവിശേഷം സൃഷ്ടിച്ച പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെ ഈ നാറാത്ത് പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും അക്ഷരസ്നേഹികളെയും മുൻനിർത്തിയാണ് ഇവിടെ പ്രതിഷേധ മാർച്ചുമായി ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. വർഷങ്ങൾക്ക് ശേഷം അധികാരം കിട്ടുമ്പോൾ ചിത്രഭ്രമം സംഭവിച്ച രീതിയിൽ ഉള്ള പ്രവർത്തനം നിങ്ങൾ അവസാനിപ്പിക്കണം. നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അക്ഷരവിരോധികളായ നാറാത്ത് പഞ്ചായത്തിലെ ഭരണസമിതി ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ അകത്ത് ഇടതുപക്ഷവും വലതുപക്ഷവും കാലാകാലമായി ഭരണത്തിൽ വന്നിട്ടുണ്ട്. ശ്രീ നാണുവട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുണ്ട്, കൊയോം റീന പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുണ്ട്, PV ബാലകൃഷ്ണൻ, സി ബാലാട്ടനും, അതുപോലെ സഖാവ് കാണി ഉൾപ്പെടെ അവസാനം K രമേശൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും പഞ്ചായത്തിൻ്റെ ഭരണസാഹിത്യം ഏറ്റെടുത്തിട്ടുണ്ട്.